ഹായ് എല്ലാവർക്കും EVSൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് തേർഡ് ചാപ്റ്ററായ വാട്ടർ ആൻഡ് സോയിലാണ് എടുക്കാൻ പോകുന്നത്. ജലവും മണ്ണും. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. കുട്ടനും കൂട്ടുകാരും എന്താണ് കളിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ കെയിം ദ റെയിൻ ഡ്രിസ്ലിംഗ്. എന്താണ് അപ്പോൾ ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങി. ദ സ്കൈ ഡാർക്കൻഡ് ആൻഡ് ലൈറ്റനിങ് ഫ്ലാഷ്ഡ്. എന്താണ് സ്കൈ ആകാശം ഇരുണ്ടു. പിന്നെന്താണ് ചെറുതായിട്ട് ഇടിമിന്നലൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. കുട്ടൻ ആൻഡ് ഫ്രണ്ട്സ് റാൻ ടു ദെയർ ഹോംസ്. എന്താണ് കുട്ടനും കൂട്ടുകാരും എന്താണ് വീട്ടിലേക്ക് ഓടി. ലിറ്റിൽ റെയിൻ ഫ്രഷ് റെയിൻ പിറ്റർ പാറ്റർ സൗണ്ട്. എന്താണ് ചെറിയ മഴ പുതുമഴ എന്താണ് കലപിലമേള ഉണ്ടല്ലേ. ദെൻ ഇറ്റ് ബിക്കെയിം മൈറ്റ്ലി റെയിൻ. എന്താ പറയുന്നത് അത് പിന്നെന്തായി ഒരു പെരുമഴയായി. ദ റെയിൻ സ്റ്റോപ്പ്ഡ് ആൻഡ് ദ ക്ലൗഡ്സ് വാനിഷ്ഡ്. എന്താണ് അങ്ങനെ എന്തായി മഴ നിന്നു എന്നിട്ടോ മേഘങ്ങളൊക്കെ പോയി. ദ സോയിൽ കൂൾഡ് ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂംഡ്. എന്താണ് മണ്ണ് കുളിർത്തു അല്ലേ. ഫ്ലവേഴ്സ് ബ്ലൂംഡ് പൂക്കളൊക്കെ പൂത്തു. കുട്ടൻ ജോയിൻഡ് ഹിസ് ഫ്രണ്ട്സ് ടു പ്ലേ. കുട്ടനും കൂട്ടുകാരും പിന്നെ കളിക്കാൻ വേണ്ടി ഒത്തുകൂടി. ആൻഡ് ഹാഡ് ഇനഫ് ഫൺ തകതിമിതവും. എന്താണ് അവർ ആർത്ത് വിളിച്ചു തകതിമിതവും എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട് അല്ലേ. എന്താ ട്രീ പറയുന്നത്? വാച്ചിങ് റെയിൻ ഡ്രോപ്സ് ഫാളിങ് ഓൺ മൈ ലീവ്സ് ആൻഡ് സ്കാറ്ററിങ് ഈസ് എ ഫൺ ഇൻ നീഡഡ്. എന്താ പറയുന്നത് മഴത്തുള്ളികൾ എൻ്റെ ഇലയിൽ വന്നിട്ട് തെറിച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് അല്ലേ. അപ്പോൾ താഴെ പൊത്തിൽ ഒരു ബേർഡ് ഇരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? ഐ ഡിഡ് നോട്ട് ഗെറ്റ് വെറ്റ് ഇൻ ദ റെയിൻ ബിക്കോസ് ഐ വാസ് ഇൻ ദിസ് ഹോൾ ഓഫ് ദ ട്രീ. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഓഫ് ഹിയർ. എന്താ പറയുന്നത് ഞാൻ ഈ പൊത്തിലായതുകൊണ്ട് മഴ നനഞ്ഞില്ല, ഇവിടെ നല്ല തണുപ്പാണ്. താഴെ ഒരാളും കൂടെ ഉണ്ട്. എന്താ പറയുന്നത്? ദ സോയിൽ ഈസ് വെറ്റ് ആൻഡ് ഡ്രെഞ്ച്ഡ്. ഐ വിൽ നൗ ഹാവ് എ ന്യൂ ഷൂട്ട് കമ്മിങ്. എന്താ പറയുന്നത്? ഗ്രാസ് എന്താ പറയുന്നത്? മഴ പെയ്തിട്ട് മണ്ണൊക്കെ എന്താണ് നന്നായിട്ട് നനഞ്ഞു കുതിർന്നിട്ടുണ്ട്. ഇനി എനിക്ക് പുതിയ നാമ്പുകൾ വന്നു തുടങ്ങും. അപ്പോൾ എന്താണ് എല്ലാവരും മഴ പെയ്തതിൻ്റെ സന്തോഷത്തിലാണല്ലേ. നെക്സ്റ്റ് എന്താണ്? വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പൻ ഇൻ അവർ സറൗണ്ടിങ്സ് ആഫ്റ്റർ ദ റെയിൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട് എന്തെല്ലാം മാറ്റമാണ് ഉണ്ടാവുക എന്നുള്ളത് റൈറ്റ് ദം ഇൻ യുവർ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറി. എന്താ ചെയ്യേണ്ടത്? അത് എന്തൊക്കെ മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങളെ എൻവിയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതണം. ഡസ് ഇറ്റ് റെയിൻ ഓൾ ദ ടൈം ഇൻ യുവർ ലൊക്കാലിറ്റി. നമ്മുടെ നാട്ടിൽ എല്ലാ കാലത്തും മഴ ലഭിക്കുമോ? നോ, ഇല്ല അല്ലേ. ഇൻ വിച്ച് മന്ത് ഡു വി ഗെറ്റ് റെയിൻ. നമുക്ക് ഏതൊക്കെ സമയത്താണ് ഏതെല്ലാം മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കുന്നത്? യൂഷ്വലി എന്താണ് ജൂൺ ടു നവംബർ വരെയാണ് നമ്മുടെ കേരളത്തിൽ മഴ ലഭിക്കുന്നത് ഇല്ലേ. തുലാവർഷവും ഇടവപ്പാതിയൊക്കെ ആയിട്ട് ജൂൺ ടു നവംബർ വരെയാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. സീ ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് എബൌട്ട് ദ റെയിൻഫോൾസ് ഇൻ ദ മന്ത് ഓഫ് ജൂൺ ഇൻ കേരളം. ജൂൺ മാസത്തിൽ നമ്മുടെ കേരളത്തിൽ വന്ന ന്യൂസ് പേപ്പറിൻ്റെ വാർത്തയുടെ തലക്കെട്ടുകൾ നോക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഹെഡ്ലൈൻ? ഹെവി റെയിൻഫോൾ ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്. എന്താ പറയുന്നത്? കോഴിക്കോട് കനത്ത മഴയാണ്. നെക്സ്റ്റ് പിക്ചറിൽ എന്താ കാണുന്നത്? സെവിയർ ഡിക്രീസ് ഇൻ റെയിൻഫോൾ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. എന്താണ് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ എന്താണ് മഴ കുറവാണ് അല്ലേ. ഹൗ ഡു വി ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ. എന്താണ് ഈ മഴയുടെ അളവിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുണ്ടാവുക? ക്യാൻ വി മെഷർ ദ റെയിൻഫോൾ. എന്താണ് മഴ അളക്കാൻ പറ്റുമോന്ന്? യെസ് അല്ലേ, മഴ അളക്കാൻ പറ്റും അല്ലേ. വി ക്യാൻ സീ ദ വാട്ടർ ഇൻ ദ എംപ്റ്റി വെസൽസ് പ്ലേസ്ഡ് ഇൻ ദ കോർട്ട്യാർഡ് ആഫ്റ്റർ ദ റെയിൻഫോൾ. എന്താണ് മുറ്റത്ത് ഒഴിഞ്ഞ പാത്രത്തിൽ എന്താണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ. മഴയ്ക്ക് മുന്നേ വെച്ചിരുന്ന പാത്രം മഴ പെയ്തപ്പോൾ എന്താണ് നിറഞ്ഞു. ദ വാട്ടർ ഇൻ ദ വെസൽ ഇൻഡിക്കേറ്റ് ദ എമൗണ്ട് ഓഫ് ദി റെയിൻഫോൾ. എന്താണ് ആ പാത്രത്തിലുള്ള വെള്ളം എന്താണ് മഴ പെയ്തതിൻ്റെ അളവാണ് കാണിക്കുന്നതല്ലേ. ക്യാൻ വി മെഷർ ദ വാട്ടർ. ഈ വെള്ളം നമുക്ക് അളക്കാൻ കഴിയുമോ? ഷാൾ വി മേക്ക് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. ഈ മഴവെള്ളം അളക്കാനുള്ള ഒരു ഉപകരണം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? റെയിൻ ഗേജ്. ദ റെയിൻ ഗേജ് ഈസ് എ സിമ്പിൾ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ റെയിൻഫോൾ. റെയിൻ ഗേജ് എന്താണ് മഴമാപിനി. എന്താണ് മഴവെള്ളം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? റെയിൻ ഗേജ്. ഹൗ ക്യാൻ വി മേക്ക് ദിസ്. ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം. മെറ്റീരിയൽസ് ഇൻ നീഡഡ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലാസ് ബോട്ടിൽ, ഫണൽ ആൻഡ് സ്കെയിൽ. ഈ 3 സാധനങ്ങളാണ് ഇതിനാവശ്യം. ഹൗ ടു മേക്ക്. ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്താ പറയുന്നത്? ചിത്രത്തിൽ കാണുന്നത് പോലെ സ്കെയിൽ എന്ത് ചെയ്യണം? ഗ്ലാസ് ബോട്ടിലിൻ്റെ
ഭാഗത്ത് ഫിക്സ് ചെയ്യണം. പ്ലേസ് ദ ഫണൽ ഓൺ ദ ടോപ്പ് ഓഫ് ദി ഗ്ലാസ് ബോട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫണൽ എടുത്തിട്ട് ഗ്ലാസ് ബോട്ടിലിൻ്റെ മുകളിൽ വെക്കണം. ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. എന്നിട്ട് ഒരു തുറസായ സ്ഥലത്ത് ഈ ബോട്ടിൽ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്ത് വെക്കണം. നോട്ട് ഡൗൺ ദ വാട്ടർ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. എന്നിട്ട് ഒരു നിശ്ചിത സമയത്ത് ഇങ്ങനെ അതിലെ വെള്ളത്തിൻ്റെ അളവ് പോയി നോക്കണം. എന്നിട്ട് അത് രേഖപ്പെടുത്തണം. മേക്ക് ദ റെയിൻ ഗേജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് മെഷർ ദ റെയിൻഫോൾ ഈച്ച് ഡേ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. എന്താ പറയുന്നത്? കൂട്ടുകാരെ ഒത്തിട്ട് മഴമാപിനി ഉണ്ടാക്കിയിട്ട് റെയിൻ ഗേജ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? മഴ അളന്ന് താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫിൽ ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ടോ റിമെമ്പർ ടു നോട്ട് ഡൗൺ ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ റിസീവ്ഡ് ഈച്ച് ഡേ ഓൺ ദ ക്ലാസ് ബുള്ളറ്റിൻ ബോർഡ്. ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് ക്ലാസ്സിലെ ബുള്ളറ്റിൻ ബോർഡിൽ എഴുതണം. വിച്ച് ഡേ ഹാസ് ദ ഹയസ്റ്റ് റെയിൻഫോൾ. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം ഏതാണ്? അതുപോലെ വിച്ച് ഡേ ഹാസ് ദ ലോവസ്റ്റ് റെയിൻഫോൾ. എന്താണ് ഏറ്റവും കുറവ് മഴ ലഭിച്ച ദിവസം? ഈസ് ദർ എ ഡേ ദാറ്റ് ഡിഡ് നോട്ട് റിസീവ് റെയിൻ അറ്റ് ഓൾ. മഴ ലഭിക്കാത്ത ദിവസം ഉണ്ടായിട്ടുണ്ടോ? എ റെയിൻ ഗേജ് ഫോർ മീ. എനിക്കും ഒരു മഴമാപിനി. മേക്ക് എ റെയിൻ ഗേജ് അറ്റ് ഹോം. എന്താണ് പറയുന്നത്? നമുക്ക് വീട്ടിലൊരു റെയിൻ ഗേജ് ഉണ്ടാക്കാം. റൈറ്റ് ദ എമൗണ്ട് ഓഫ് റെയിൻഫാൾ റിസീവ്ഡ് ഈച്ച് ഡേ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസവും ലഭിച്ച മഴയുടെ അളവ് എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ ഫൈൻഡിങ്സ് അവതരിപ്പിക്കുകയും വേണം. വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ. മഴവെള്ളം എവിടേക്കാണ് പോകുന്നത്? വേർ ഡസ് ദ റെയിൻ വാട്ടർ ഗോ ആഫ്റ്റർ ദ റെയിൻഫോൾ. മഴ പെയ്തതിന് ശേഷം മഴവെള്ളം എങ്ങോട്ടാണ് പോകുന്നത്? ലെറ്റസ് ഡു ആൻ ആക്ടിവിറ്റി. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. പിക്ചർ 1 എന്താണ്? ഫിൽ ഡ്രൈ സോയിൽ ഇൻ എ പ്ലാസ്റ്റിക് ബോട്ടിൽ. മേക്ക് എ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ്. എന്താണ്? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ത് ചെയ്യാണ്? നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള സോയിൽ നിറയ്ക്കണം. മണ്ണ് നിറച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. പിക്ചർ 2 എന്താണ്? ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കാണിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്. യൂസ് ദ ഒബ്ജക്റ്റ് ഇൻ പിക്ചർ 2 ടു ഗെറ്റ് റെയിൻ ഇൻ ടു ദ സോയിൽ ഇൻ ദ ബോട്ടിൽ ഓഫ് പിക്ചർ 1. എന്താ പറയുന്നത്? പിക്ചർ 2 ഒബ്ജക്റ്റുകൾ ഉപയോഗിച്ചിട്ട് പിക്ചർ 1 മഴ പെയ്യിക്കാനാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ഇൻ ദ സോയിൽ. മണ്ണിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചർ 2. എന്താ പറയുന്നത്? അതിൻ്റെ കണ്ടെത്തലുകൾ നിങ്ങൾ നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതണം. അതുപോലെ എന്താണ്? ചിത്രം വരയ്ക്കുകയും വേണം. വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ഇൻ ദ സോയിൽ. വെള്ളം മണ്ണിലേക്ക് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ദ വാട്ടർ സാങ് ടു ദ സോയിൽ. വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിപ്പോകും അല്ലേ? ഇതാണ് നമ്മുടെ ആക്ടിവിറ്റിയിലെ നമ്മുടെ ഫൈൻഡിങ്സ്. അതാണ് വാട്ടർ സോഴ്സസ്. ജലസ്രോതസ്സുകൾ. ഇവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടല്ലേ 3 കുട്ടികൾ തമ്മിൽ. അവരെന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫീൽഡ് വിത്ത് വാട്ടർ. എൻ്റെ വീട്ടിലെ കിണറിൽ നിറയെ വെള്ളമുണ്ട്. ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ഫോർവെൽ. വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്. എന്താ പറയുന്നത്? എൻ്റെ വീട്ടിൽ കുഴൽ കിണറാണ് ഉള്ളത്. അതിൽ എത്ര വെള്ളം ഉണ്ടെന്ന് കാണാൻ കഴിയില്ല. ദ പോണ്ട് ഇൻ അവർ ഫാം ആൻഡ് ഗീവ്സ് അസ് വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്. എന്താ പറയുന്നത്? വീട്ടിലെ കുളത്തിൽ നിന്നാണ് ഞങ്ങൾ വീട്ടാവശ്യങ്ങൾക്കും കൃഷിക്കുമുള്ള വെള്ളം എടുക്കുന്നത് എന്നാണ് 3ാമത്തെ കുട്ടി പറയുന്നത്. വേർ ഡു യു ഗെറ്റ് വാട്ടർ ഫോർ യുവർ ഹോംസ്? റൈറ്റ് ഡൗൺ. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. സുരംഗ ആൻഡ് കേണി. സുരംഗയും കേണിയും. ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ ആൻഡ് ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ് ഈസ് കാൾഡ് സുരംഗ. എന്താണ്? ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റിയ വലിപ്പത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ട് ഗ്രൗണ്ട് വാട്ടർ, ഭൂമിക്കടിയിലുള്ള ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് സുരംഗ. ദിസ് മെത്തേഡ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ ഏജസ് ടു കളക്ട് വാട്ടർ ഇൻ കാസർഗോഡ് ഡിസ്ട്രിക്ട് ആൻഡ് സം പാർട്സ് ഓഫ് കർണാടക. എന്താണ്? സുരംഗ കാസർഗോഡും ജില്ലയിലും അതുപോലെ കർണാടകയിലുമാണ് ഉള്ളത്. ദ വേർഡ് ഓഫ് കേനി മീൻസ് വെൽ. കേനി എന്ന് പറഞ്ഞാൽ എന്താണ്? കിണറാണ് കേട്ടോ, വെല്ലാണ്. കേനി ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഇൻസെർട്ടിങ് ഹോളഡ് വുഡ് ഓഫ് ലാർജ് ട്രീസ് ഇൻ ടു ദ എർത്ത്. വലിയ മരത്തടിയില്ലേ, അതിലൂടെ തുരന്നിട്ടാണ് എന്ത്? കേനി നിർമ്മിക്കുന്നത്.
Cane is only deep enough for taking water with vessels directly. നമുക്ക് അതിന് ഒരുപാട് ആഴം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കപ്പുകളും പാത്രങ്ങളും ഒക്കെ കൊണ്ട് എടുക്കാവുന്ന ആഴേ അതിന് കാണുള്ളൂ. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള. കേരളത്തിലെ ഒരുപാട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോഴും കേനി ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഓഫ് ലൈഫ്, ജീവജലം. ഒബ്സർവ് ദി പിക്ചർ. ദിസ് ക്രിയേച്ചർ യൂസ് വാട്ടർ ഇൻ ദ പോണ്ട് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. വാട്ട് ആർ ദേ? ഇതിൽ ഒരുപാട് ക്രിയേച്ചേഴ്സിനെ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ. അവർ ഈ പുഴയിലെ വെള്ളം എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എന്താണ് പിക്ചറിൽ എന്തൊക്കെയാണ് കാണുന്നത്? അവർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ടല്ലേ. ഫോർ ഡ്രിങ്കിങ്, എന്താണ് ഫോർ ബാത്തിങ്, പിന്നെ എന്താണ് അവിടെ ഫിഷ് ഉണ്ടല്ലേ, അപ്പോൾ ഫോർ ബ്രീത്തിങ്. കംപ്ലീറ്റ് ദ ടേബിൾ. താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ക്രിയേച്ചേഴ്സും ദ യൂസ് ഓഫ് വാട്ടർ, അവർക്ക് ജലം കൊണ്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. ഫിഷ് എന്താണ്? ഫോർ ലിവിങ് ആൻഡ് ഫോർ ബ്രീത്തിങ് അല്ലേ. അവർക്ക് ശ്വസിക്കാനും ജീവിക്കാനും എന്ത് വേണം? വെള്ളം വേണം. നെക്സ്റ്റ് എന്താണ്? എലിഫൻറ്റിന് എന്തൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ് അല്ലേ. കുളിക്കാനും കുടിക്കാനും ആനയ്ക്ക് വെള്ളം വേണം. നെക്സ്റ്റ് എന്താണ്? അവിടെ ഒരു ഡിയർ ഉണ്ടല്ലേ. ഡിയർ എന്തൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്രെയിൻ, ഒരു കൊറ്റിയെ കാണുന്നുണ്ട് അവിടെ. അതിനെന്തൊക്കെയാണ് ദ യൂസ് ഓഫ് വാട്ടർ? എന്താണ് അതിന്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ഫുഡിലെ ഫുഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും എന്താണ് അതാ പോണ്ടിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ടൈഗർ എന്താണ്? ഫോർ ഡ്രിങ്കിങ്, ഫോർ ബാത്തിങ്. നെക്സ്റ്റ് എന്താണ്? മങ്കി ഫോർ ഡ്രിങ്കിങ് ആൻഡ് ബാത്തിങ്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ്സ്. നമ്മുടെ ഫൈൻഡിങ്സ് നമ്മൾ അവിടെ എഴുതിയല്ലേ. വാട്ട് പർപ്പസ് ഡു വി യൂസ് വാട്ടർ ഫോർ? നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വെള്ളം ഉപയോഗിക്കുന്നത്? ഫോർ ഡ്രിങ്കിങ്, ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, ടു വാഷ് ഡ്രസ്സസ് ആൻഡ് അതർ തിങ്സ്. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? ഡിസ്കസ് ആൻഡ് റൈറ്റ്. എന്താണ്? ആവശ്യത്തിന് വെള്ളം ലഭിക്കാതെയായാൽ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എഴുതാൻ പറയുന്നത്. ദർ വിൽ ബി നോ ഡ്രിങ്കിങ് വാട്ടർ. കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല അല്ലേ. ദ ഹീറ്റ് വിൽ റൈസ്. ചൂട് കൂടും. വി കനോട്ട് എക്സിസ്റ്റ്. നമുക്കിവിടെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. എർത്ത് വുഡ് ബിക്കം ഡ്രയർ. എന്താണ്? ഭൂമി വരണ്ട് പോകും. ഓൾ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വുഡ് ഡൈ. എന്താണ്? മരങ്ങളും ആനിമൽസും ഒക്കെ എന്താണ്? നശിച്ച് പോകും. പ്ലീസ് ഡോൺ വേസ്റ്റ്. പാഴാക്കരുതേ. വാട്ടർ പൈപ്പ് ബേസ്റ്റ് ഇൻ ദ സിറ്റി, റോഡ് ഫിൽഡ് വിത്ത് വാട്ടർ. എന്താണ്? വെള്ള പൈപ്പ് പൊട്ടിയിട്ട് എന്താണ്? റോഡ് മുഴുവൻ വെള്ളത്തിലാണ്. ഇതുപോലുള്ള വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻ ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. വെള്ളം പാഴാക്കുന്ന മറ്റ് സന്ദർഭങ്ങളെ എഴുതാനാണ് പറയുന്നത്. ബാത്തിങ് വിത്ത് ലോട്ട്സ് ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളത്തിൽ കുളിക്കുന്നത് എന്താണ്? വെള്ളം വേസ്റ്റ് ആക്കുന്നതാണ് അല്ലേ. എ ലോട്ട് ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി അമിതമായി വെള്ളം ഉപയോഗിക്കുന്നതും തെറ്റാണ്. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? നമുക്ക് എങ്ങനെ തടയാം വെള്ളം വേസ്റ്റ് ചെയ്യുന്നത്? ഡോണ്ട് ലീവ് ടാപ്പ് ഓപ്പൺ കെയർലെസ്ലി. അശ്രദ്ധമായി പൈപ്പ് തുറന്നിടാതിരിക്കുക അല്ലേ. വാട്ടർ ദ പ്ലാന്റ്സ് സ്പൈറംഗ്ലി. എന്താണ് പറയുന്നത്? വെള്ളം പ്ലാന്റ്സിനൊക്കെ മിതമായ അളവിൽ നനയ്ക്കുക. ഫിക്സ് പൈപ്പ് ലീക്സ് എന്താ പറയുന്നത്? പൈപ്പിൻ്റെ ലീക്കൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് ശരിയാക്കുക. ടേക്ക് എ ഫ്യൂ എമൗണ്ട് ഓഫ് വാട്ടർ ഫോർ ഷവർ ആൻഡ് ബ്രഷ്. കുളിക്കാനും പല്ല് തേക്കാനൊക്കെ കുറച്ചളവിൽ വെള്ളം എടുക്കുക. വാട്ടർ പ്യൂരിഫിക്കേഷൻ, ജലശുദ്ധീകരണം. ഹൗ ഡസ് ദ മഡി റെയിൻ വാട്ടർ ഗോ ക്ലീൻ വെൻ ഇറ്റ് റീച്ചസ് ദ വെൽ? ഈ ചളിവെള്ളം എങ്ങനെയാണ് കിണറിലെത്തുമ്പോൾ തെളിഞ്ഞ വെള്ളമായിട്ട് മാറുന്നത് എന്നറിയോ? എങ്ങനെയാണെന്ന് നോക്കാം. എ പാർട്ട് ഓഫ് ദി റെയിൻ വാട്ടർ സീപ്സ് ഇൻ ടു ദ സോയിൽ. ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. ഇറ്റ് ബിക്കംസ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് റീച്ചസ് ദ വെൽ ആൻഡ് അതർ വാട്ടർ സോഴ്സസ്. എന്താ പറയുന്നത്? മഴവെള്ളം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങിയിട്ട് എന്താണ്? അത് നീരുറവയായി മാറിയിട്ട് നമ്മുടെ കിണറുകളും പുഴയിലൂടെയും തോടിലൂടെയൊക്കെ എത്തുന്നതാണ്. ദ വാട്ടർ ബിക്കംസ് ക്ലിയർ വെൻ ഇറ്റ് ഫിൽറ്റേഴ്സ് ഡൗൺ ത്രൂ ദ സോയിൽ. മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോഴാണ് എന്ത്? തെളിഞ്ഞ വെള്ളമായിട്ട് മാറുന്നത്. ടേണിംഗ് മഡി വാട്ടർ ഇൻ ടു ക്ലിയർ വാട്ടർ. ചളിവെള്ളത്തെ തെളിനീരാക്കാം. ടേക്ക് എ 3 കോക്കനട്ട് ഷെൽസ് ആൻഡ് മേക്ക് എ ഹോൾ ഈച്ച് ഇൻ ദം. 3 ചിരട്ടകൾ എടുത്തിട്ട് അതിൽ ദ്വാരങ്ങളിടണം. പ്ലേസ് കോട്ടൺ ഓർ ക്ലോത്ത് ഓവർ ദ ഹോൾ. എന്നിട്ട് ആ ഹോളിൽ എന്ത് ചെയ്യണം? തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ വെക്കണം. ഫിൽ ഗ്രേവൽ, സാൻഡ് ആൻഡ് കോക്കനട്ട് ഷെൽ, ചാർക്കോൾ ഇൻ ഈച്ച് ഓഫ്
ദി സെൽസ്. എന്താ പറയുന്നത്? ചരലോ മണലോ അല്ലെങ്കിൽ ചിരട്ടക്കരിയോ എന്ത് ചെയ്യണം? ഈ ചിരട്ടകളിൽ നിറയ്ക്കണം. അറേഞ്ച് ഇറ്റ് ഓവർ എ ഗ്ലാസ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അത് ക്രമീകരിക്കണം. നൗ പ്യുവർ മഡി വാട്ടർ ഇൻ ടു കോക്കനട്ട് ഷെൽ അറ്റ് ദ ടോപ്പ്. എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യണം? ചളിവെള്ളം ഒഴിച്ചു നോക്കണം. ഓക്കെ. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്? എന്നിട്ട് നിങ്ങൾ എന്താണ് കണ്ടെത്തിയത് എന്നുള്ളത് എഴുതണം. ഓക്കെ. റൈറ്റ് യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. എന്നിട്ട് അത് എന്ത് ചെയ്യണം? നിങ്ങൾ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതണം. ദ സെയിം മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫിൽറ്റർ വാട്ടർ ഇൻ ദ റെയിൻ വാട്ടർ ടാങ്ക്. എന്താണ്? ഇതാണ് മഴവെള്ള സംഭരണിയിലും ഇങ്ങനെയാണ് എന്താണ് ശുദ്ധീകരിക്കുന്നത് വെള്ളം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാട്ടർ പ്യൂരിഫയർ ആർ യൂസ്ഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോംസ്. എന്താണ് പറയുന്നത്? പലതരത്തിലുള്ള വാട്ടർ പ്യൂരിഫയേഴ്സും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വീടുകളിലൊക്കെ എന്താണ് ഉപയോഗിക്കുന്നുണ്ട്. സീ വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് യൂസ്ഡ് ആസ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ സം കൺട്രീസ് വിത്ത് സെവിയർ പ്യുവർ വാട്ടർ ഷോർട്ടേജ്. എന്താണ്? വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ട് ചില രാജ്യങ്ങളിൽ എന്താണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നുണ്ട് കുടിക്കാൻ. ദ വാട്ടർ റിസീവ്ഡ് ഇൻ ഹോംസ് ഫ്രം പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം ഇൻ കളക്റ്റഡ് ഫ്രം വാട്ടർ സോഴ്സസ് ആൻഡ് പ്യൂരിഫൈഡ്. എന്നാണ് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ എന്താണ് പലതരത്തിലുള്ള ജലവിതരണ സ്രോതസ്സുകളിൽ നിന്നും പ്യൂരിഫൈ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുവരെ എടുത്ത വാട്ടർ ആൻഡ് സോയിൽ എന്ന ചാപ്റ്ററിലെ ഭാഗങ്ങൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്.